അമ്മയാകെ ഞെട്ടി നിൽക്കുക. സന്തോഷമായി എന്ന്? സന്തോഷമായി. എനിക്ക് വലിയ നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ഒരു കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമായ ഒരു കുഞ്ഞു ഷെഡിലായിരുന്നു ഈ അമ്മ അന്തി ഉറങ്ങിയിരുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ അമ്മയ്ക്ക് ഒരു വീട് നിർമ്മിച്ചു. സ്നേഹപൂർവ്വം ഈ അമ്മയ്ക്ക് കൊടുക്കുന്ന വീടിന്റെ പേരിടിയിൽ ചടങ്ങാണ് സ്നേഹ വീട്. വിഷമമെല്ലാം മാറിയില്ലയോ? പുതിയ വീടായി, കിടക്കാൻ സ്ഥലമായി, അടുപ്പായി, ഇപ്പൊ കിണർ ചെയ്തു കൊടുക്കും, ബാത്റൂം ചെയ്തു കൊടുക്കും കേട്ടോ, ലൈറ്റ് കറണ്ടായി, എല്ലാ സൗകര്യമായില്ലേ? ഇതാ നല്ലത്. എന്താ വെച്ചാൽ എന്റെ കുഞ്ഞിരുട്ടത്ത് കിടന്ന് നരകിച്ചത്. വിഷമെല്ലാം മാറി. ഈ വീട് അമ്മ കുനിഞ്ഞ് എഴഞ്ഞിറങ്ങുവാണ്. വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ ഒരു വാതിൽ പോലും ഇല്ല. എഴഞ്ഞ് വീട്ടിൽ നിന്ന് ഷീറ്റ് പൊളിച്ച് വെച്ചിട്ട് ഇറങ്ങുന്ന ഒരവസ്ഥ. ഇരിക്കുന്നവരാരും പണക്കാരല്ല, അതാത് ദിവസം ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇവരെല്ലാം കൂടെ ഒരേ മനസ്സായി നിന്നപ്പോൾ അവർക്കൊരു വീടെന്ന് പറയുന്ന ഒരു ലക്ഷ്യം സാധിക്കാൻ പറ്റി. കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂര് ചെറുപൊയ്ക എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അമ്മയുടെ പേര് ചെമ്പകക്കുട്ടി എന്നാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, മകൻ മരിച്ചുപോയി, അമ്മയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന 2 സഹോദരങ്ങളും മരണപ്പെട്ടുപോയി. ഈ കെട്ടിടം മൊത്തത്തിൽ ഇരുത്തി പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ വന്ന് കാണുന്നത്. അത് കയറി നോക്കിയപ്പം മുഴുവൻ വെള്ളം തിളങ്ങിട്ട് നിൽക്കുകയാണ്. ഇത്രയും മഴയത്ത് ഇത്രയും തണുപ്പത്ത് അമ്മ കിടക്കാനൊരു കട്ടിൽ പോലും ഇല്ലാതെ ഒരു ഒടിഞ്ഞ കസേരയിൽ രാത്രി മുഴുവൻ അതിനകത്തിരുന്ന് ഉറങ്ങിയാണ് നേരം വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അനുഭവിക്കാനും ഒന്നുമില്ല. എന്റെ കുഞ്ഞ് ഞാൻ പോലീസുകാരും എന്റെ കുഞ്ഞുങ്ങൾ ചെയ്തൊരു വലിയ ഉപകാരം. അതുകൊണ്ട് ഞാൻ അങ്ങേറ്റം നന്ദിക്കുന്നവരെ. യുവത്തിന്റെ ആ ക്ലബിലെ മുഴുവൻ അംഗങ്ങളും ഒറ്റ മനസ്സോടെ നിന്ന് അമ്മയ്ക്കൊരു സ്നേഹവീട് സമർപ്പണവും വളരെ നല്ല രീതിയിൽ നടത്താൻ യുവത്തിന് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ്